ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊന്നും ഫെയിൽ ആവത്തില്ല. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക്. ഇന്ന് സെക്രിയ 12 അധ്യായം. ഈ അധ്യായം തുടങ്ങും തന്നെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന്റെ ക്രിയേറ്റീവ് പവറിനെ വർണ്ണിക്കുകയാണ്. ആകാശത്തെ വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്യുന്ന ദൈവം. വരും ദിവസങ്ങള് യെരുശലേം ഒരു പരിഭ്രമ പാത്രമാകും. സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ല്. യെരുശലേമിന്റെ പേര് 800ഓളം പ്രാവശ്യം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നൂറ്റാണ്ടോളം യെരുശലേം അതിന്റെ ചുറ്റും സ്ഥലങ്ങളും ഒരു തർക്ക വിഷയമായിരുന്നു. സങ്കീർത്തനം 126 ദൈവം യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു വാഗ്ദത്തം ദൈവം വെച്ചിട്ടുണ്ട്. സങ്കീർത്തനം 46:4 യെരുശലേമിനെ ദൈവം തെരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൽ യേശുക്രിസ്തു ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. ആരെങ്കിലും ചിന്തിച്ചോ ലോകരാജ്യങ്ങൾ എല്ലാവരും കൂടെ കൂടി ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റായി തെരഞ്ഞെടുക്കും? യെശയ്യാ 46:8 Can a nation be formed in a day? May 14, 1948 ഇസ്രായേൽ ഒരു രാജ്യമായി. അതിന്റെ തലസ്ഥാനം ജെറുസലേം ആയിരുന്നു. 4-ാം വാക്യത്തില് ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും ജെറുസലേമിലായിരിക്കും, പക്ഷേ ദൈവം അവിടെ ശത്രുക്കളെ അന്ധത വരുത്തും. അതുമാത്രമല്ല, യഹൂദ മേധാവികളെ തീച്ചട്ടിയും തീ പന്തം പോലെയാക്കും, പക്ഷെ അവിടെ ശത്രുക്കളെ വിറകും കറ്റ പോലെയാക്കും. നമുക്കറിയാം, ദാവീദ് രാജാവ് നല്ലൊരു യുദ്ധവീരനായിരുന്നു. അവസാന സമയങ്ങളിൽ ഇസ്രായേലിലെ ഏറ്റവും ക്ഷീണിതനായ മനുഷ്യനും ദാവീദ് രാജാവിനെ പോലെ നല്ല യുദ്ധവീരനായിരിക്കും. യെരുശലേമില് ഇന്ന് എല്ലാ സ്ത്രീകളും പുരുഷരും 2 വർഷം വാർ ട്രെയിനിങ് എടുക്കേണ്ട കമ്പൽസറിയാണ്. ദൈവം ഇസ്രായേൽ മക്കളെ ഒരു പരിചയം കൊണ്ട് മറയ്ക്കും, അവിടെ ചുറ്റും അവരെ പരിപാലിക്കും. സെക്രിയ 12:10 നമുക്ക് കാണാം, ദാവീദ് ഗൃഹം മേലും യെരുശലേമിന്റെ മേലും കൃപയുടെയും യാചനയുടെ ആത്മാവ് പകരും. ദൈവം അന്ത്യകാലത്ത് അവരെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരും. അന്നാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു, അവരുടെ മെശയായിരുന്നു. അന്ന് വലിയൊരു വിലാപം സംഭവിക്കും. ഹദദ് റിമോണിൽ സംഭവിച്ചതുപോലെ. അന്ന് അവിടെ ഇരുന്ന രാജാവ് ജോഷിയ നല്ലൊരു രാജാവായിരുന്നു. രാജാവ് മരിച്ചപ്പോൾ മുഴുവൻ ജെറുസലേമും ജൂദയും വിലപിച്ചു. അടുത്ത റോമ 11:26 ഓൾ ഇസ്രായേൽ വിൽ ബി സേവ്ഡ്. ഇന്ന് യെരുശലേമില് ഇസ്രായേലിലെ 25% ജൂസ് യേശുക്രിസ്തുവിനെ മെശിയായി സ്വീകരിക്കുന്നില്ല. പക്ഷെ അന്നാളില് അവർക്ക് മനസ്സിലാവും യേശുക്രിസ്തുവാണ് അവരുടെ ദൈവം, മെശിയാണ്. അവര് ഈ വിശ്വാസത്തിലേക്ക് തിരിയും, രക്ഷിതാവായി സ്വീകരിക്കും. അബ്രഹാമിനോട് ദൈവം ഉടമ്പടിയായി സ്ഥലങ്ങളെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഫ്രാക്ഷൻ ഓഫ് ദ സ്ഥലം മാത്രമേ ഇസ്രായേലിന്റെ കയ്യിലുള്ളൂ, ബാക്കി അവരുടെ ശത്രുക്കളുടെ കയ്യിലാണ്. പക്ഷേ അന്നാളിൽ ആ സ്ഥലങ്ങളെല്ലാം അവർക്ക് ലഭിക്കും. ദൈവത്തിന് 2ാം വരവിന് മുമ്പേ സംഭവിക്കും. യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിന്റെ രാജാവായി ജെറുസലേമിൽ 1000 വർഷം വാഴും. ഈ ചെറിയ അധ്യായത്തിൽ നമുക്ക് പഠിക്കുന്നത് ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊന്നും ഫെയിൽ ആവത്തില്ല. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളും ഓരോന്നായി നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മുടെ ശത്രുക്കൾ എപ്പോഴും ഒരു ശത്രുവായി മാറും. ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇസ്രായേൽ ദൈവത്തിന്റെ ക്ലോക്കാണ്, എൻഡ് ടൈം ക്ലോക്കാണ്. നമുക്ക് വരനായി കാത്തിരിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.